ചെറുപ്പക്കാരോട് പറയട്ടെ, ഉപ്പമാരോട് പറയട്ടെ, നാടുകളിലൊക്കെ ഇപ്പൊ ആളുകൾക്ക് കാഴ്ച കാണുന്നത് വലിയ പൂതിയാണ്. സുബ്ഹാനല്ലാഹ്, പല നാടുകളും കാണുന്നത് ആളുകൾക്ക് വലിയ താല്പര്യമാണ്. ശരി, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ അങ്ങനെ താല്പര്യം വെച്ചിട്ട് അതേ വലിയ വലിയ ഉമ്മമാരടക്കം ചെറിയ ചെറുപ്പക്കാരികളടക്കം 2-3 ദിവസത്തെ നീണ്ട യാത്ര പോവുകയാണ് നാടുകളൊക്കെ ചുറ്റിക്കറങ്ങാൻ. നിസ്കാരമില്ലാത്ത യാത്രയാണോ? തനിച്ച ഹറാമാൻ, വൻകുറ്റമാൻ. വേറെയുള്ള സംഗതികളൊക്കെ വേറെയുണ്ട്. നാട്ടിൽ കണ്ടില്ലേ നിങ്ങള്, ആണും പെണ്ണും മുഷക്കലായി കൂടിക്കലരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, പരിപാടികൾ. ആണും പെണ്ണും കൂടിക്കലർന്നിട്ടുള്ള സദസ്സുകളില്ലേ, സൽക്കാരങ്ങളില്ലേ? സഹോദരങ്ങളെ, അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും കൂടിക്കലരുന്ന രൂപത്തിലുള്ള ഈ സദ്യകളും മറ്റും അത് മഹാദോഷമാണ്, വൻകുറ്റമാണ്. കൂടിക്കലരാവതല്ല. നിങ്ങൾ കണ്ടില്ലേ വാളിന് സഹോദരിമാരെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിരുത്തിയിരിക്കുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും വാളിന് ഇങ്ങനെ തന്നെയാണ്. അതേ മുസല്ലൽ ഈദിലേക്ക് വാള് കേൾക്കാൻ വേണ്ടി വന്ന സഹോദരിമാര് മറ്റൊരു ഭാഗത്തേക്കല്ലേ മാറിയിരുന്നത്? ആ വാളിന് വേണ്ടി വന്നിരുന്ന ആളുകളെ കൂട്ടത്തില് ഹിജാബില്ലാത്ത ആളുകൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും മക്കനെയും ഹിജാബും വായ്പ വാങ്ങിയിട്ടല്ലേ പലരും വന്നിരുന്നത്. അതേ സമയത്ത് സഹോദരങ്ങളെ, ഇന്നൊരു പ്രശ്നമല്ലാത്ത രൂപത്തില് നാട്ടില് സൽക്കാരങ്ങൾ നടക്കുന്നു, കല്യാണങ്ങൾ നടക്കുന്നു, ആർക്കും ഒരു പ്രശ്നവുമില്ല. കുടുംബനാഥന്മാർക്ക് വരെ അവര് റബ്ബർ പന്ത് പോലെ, റബ്ബർ സ്റ്റാമ്പ് പോലെ നോക്കി നിൽക്കുകയാണ്. അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ മതി, അതാണ് ഏറ്റവും നല്ലത്. ആണും പെണ്ണും രണ്ടുപേരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, ഒരേ പന്തലിൽ അങ്ങനെ ഇരിക്കുന്നു, യാതൊരു വ്യത്യാസമില്ല. പലരും പറയുന്നു കല്യാണല്ലേ, കല്യാണല്ലേ എന്നാണ്. അതിന് അഫു അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ ആയത്തും ആ ഹദീസും ആ ഫിഖഹിന്റെ ഭാഗം കിട്ടും. നല്ല സുഖം. നാളെ തന്നെ വേണം പറയാം. നിങ്ങൾ ഏതെങ്കിലും ആ സ്വകാര്യമായിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടെങ്കിലേ അതും കൂടി തന്നാ നല്ല സുഖമായിരുന്നു. സെക്ഷനൊന്നും വേറല്ല, മുശക്കലായിട്ടാ ഭക്ഷണം കൊടുക്കുന്നത്. നമ്മൾ നല്ലോണം കരുതണം. അല്ലെങ്കിൽ ഒരു ചെറിയ നിക്കാഹില് കുടുംബക്കാരെ മാത്രം വിളിച്ചിട്ട് ഒരു സൽക്കാരം ഉണ്ടാക്കിയിട്ട് പതുക്കെ അങ്ങോട്ട് ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചേർത്തിട്ട് അവിടെ അങ്ങനെ ഒരു സൽക്കാരം പദ്ധതി ഉണ്ടാക്കിയത് നല്ലത്. അതാ ഇനിയുള്ള കാലത്തൊക്കെ കൊട്ടിഘോഷിച്ച് നാട് നീളെ വിളിച്ച് അടുത്ത ബന്ധുക്കളും അകന്ന ബന്ധുക്കളും നാട്ടുകാരും മറുനാട്ടുകാരും 2500 4500 ആൾക്കാർ വന്നിട്ട് അങ്ങോട്ട് കൂടി ഒഴുകിയിട്ട് കൂലം കുത്തി ഒഴുകിയിട്ട് ഇടകലരുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഒരു സ്ഥലത്തും പോയി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാനിപ്പോ അടുത്ത സ്ഥലത്ത് കല്യാണത്തിന് പോയി, ഞാൻ ആകെ പേടിച്ചു പോയി. ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, സഹോദരിമാരോട്, നിങ്ങൾ അങ്ങനൊക്കെ ഒതുക്കുള്ള കല്യാണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി, അല്ലെങ്കിൽ പോകാത്തിന് കുറ്റമൊന്നും കിട്ടൂല. അങ്ങനെ ആഖിറത്തിൽ എന്തേ പോകാന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇങ്ങനെ പേടിച്ചിട്ട് പോകാതിരുന്നാണ് മൂല്യര് പറഞ്ഞിട്ട് പറഞ്ഞു. നിങ്ങൾ കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. അത്ര ഇടങ്ങേറ. ഞാനൊരു കല്യാണ സ്ഥലത്തേക്ക് ഞാൻ കയറി ചെല്ലുമ്പോ സഹോദരങ്ങളെ, ഇരിക്കാൻ ആണുങ്ങൾ ഇരിക്കുന്ന ചെയറിൽ മുഴുവനും പെണ്ണുങ്ങളായിരിക്കുന്നത്. പിന്നെ എവിടെ ഇരിക്കുക? ആ വീട്ടിന്റെ പൂമുഖത്ത് ആണുങ്ങൾ വന്നിരിക്കുന്ന, പെണ്ണുങ്ങൾക്ക് അപ്പുറത്ത് വേറെ സ്ഥലത്ത് അവിടെ കാലിയാ, അവിടെ ഒരു പെണ്ണുമില്ല, ഒക്കെ ഇവിടെ വന്നിരിക്കുക. ഇനിയിപ്പോ ആണുങ്ങൾ എന്താ ചെയ്യാ? തൽക്കാലം ഒരു ബോർഡ് വെച്ച് മറിച്ച് നിങ്ങൾ തൽക്കാലം ഇന്ന് ആണുങ്ങൾ പോയിക്കോളി, ഞങ്ങൾ ഇന്ന് പെണ്ണുങ്ങൾ പോയിക്കോളാർ അവിടെ പോയിരിക്കേ. എന്താ ചെയ്യാ? ഉമ്മമാരെ, ഇതിനാണ് നമുക്ക് ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ഹയാ വേണമെന്ന് പറഞ്ഞു. നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു നാണം എന്ന് പറയില്ലേ, ഒരു നാണം, അത് ഈമാന്റെ ഭാഗമാണ്, ഈമാന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അന്യ ആണുങ്ങളുമായിട്ട് കൂടിക്കലരുന്നതിനൊരു നാണം, ഒരു ലജ്ജ, അത് ഉണ്ടായിത്തീരണം. അത് ഉണ്ടാകേണ്ടതാണ്, മുഅ്മിനായ മനുഷ്യൻ ഉണ്ടാകേണ്ടതാണ്. അന്യപുരുഷന്മാർക്ക് ഉണ്ടാകണം. അന്യ ആണുങ്ങളോടുകൂടെ ഭക്ഷണം കഴിക്കുമ്പോ ഇന്നൊരു പ്രശ്നവുമില്ല. ഇന്ന് അതിനു വേണ്ടി പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നും പുതിയതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ സൽക്കാരങ്ങളൊന്നും ഒരിക്കലും അങ്ങനെ ആയിക്കൂടാ.
നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. പടച്ച റബ്ബിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കൂലി കിട്ടണമെന്ന് പ്രതീക്ഷിച്ചാണോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? അത്രയും കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. വിഷയങ്ങളൊക്കെ, ഇടപാടുകളൊക്കെ നന്നായി കൃത്യമായി സൂക്ഷിക്കണം. ആണും പെണ്ണും ഒരുപോലെ വസ്ത്രം ധരിക്കുന്നത് നമ്മുടെ ആളുകൾ പതിവാക്കിപ്പോയി. പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന പെണ്ണിനെയും പെണ്ണിന്റെ വേഷമണിയുന്ന പുരുഷനെയും അല്ലാഹു തആല ശപിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ശപിച്ചിട്ടുണ്ട്. ലഅനല്ലാഹുർ റജുല യൽബസു ലുബ്സതൽ മർആ, പെണ്ണിന്റെ വേഷമണിയുന്ന ആണിനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. വലഅനല്ലാഹുൽ മർഅത്തല്ലതി തൽബസു ലുബ്സതർ റിജിൽ, ആണിന്റെ വേഷമണിയുന്ന പെണ്ണിനെയും ആണിന്റെ വേഷം അണിയുന്ന പെണ്ണുങ്ങള് നമ്മൾ എത്രയാ സഹോദരങ്ങളെ, രക്ഷിതാക്കൾ ഇപ്പതൊരു സുഖമായി കണ്ടു. പുരുഷന്റെ വേഷം സ്ത്രീ അണിയുകയാണ്, കുട്ടികൾ മുതൽ അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്, അത് തന്നെ നോക്കി വാങ്ങിക്കൊടുക്കുകയാണ്. ഉപ്പമാരെ, ഉമ്മമാരെ, ആണിനും പെണ്ണിനും വെവ്വേറെ വേഷമുണ്ടോ? ഉണ്ട്. വെവ്വേറെ നിയമങ്ങളുണ്ടോ? നിയമങ്ങളുണ്ട്. വെവ്വേറെ രൂപഭാവങ്ങളല്ലേ അള്ളാഹു നൽകിയിട്ടുള്ളത്? അതെ. അതുകൊണ്ട് ആ നിയമവ്യവസ്ഥ നമ്മൾ പാലിക്കേണ്ടതാണ്, നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. പെണ്ണിനെ പോലെ ആണുമുടി വെട്ടാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പൊ കണ്ടുവരുന്നു, പെണ്ണ് ആണിനെ പോലെ മുടി വെട്ടുകയാണ്, ആണ് പെണ്ണിനെ പോലെ മുടി വളർത്തുകയാണ്. പിൻഭാഗം നോക്കിയാൽ പെണ്ണ്, മുന്നിൽ നോക്കിയാൽ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാരെ? പിന്നിൽ നോക്കിയാൽ ഇങ്ങനെ കെട്ടിയിട്ട്, ബാക്കിൽ ഒരു കെട്ടോ കെട്ടിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് മുടി. പടച്ചോൻ, അത് പെണ്ണാ? നമ്മളെ മുൻസീറ്റിൽ ഇരിക്കുന്ന ആളാണ്. മുന്നിൽ പോയി നോക്കുമ്പോ അല്ലല്ല, താടി മീശൊക്കെ ഉണ്ടല്ലോ. താടി മീശുള്ള പെണ്ണുണ്ടാവും. മുന്നിൽ പോയി നോക്കുമ്പോ ആണ്, പിന്നെ പോയി നോക്കുമ്പോ ആണ്. വളർത്തും പോലെ പെണ്ണ് വളർത്തും പോലെ ആണ് മുടി വളർത്താൻ പാടില്ല. മുടി വെച്ചുകൊണ്ട് അങ്ങനെ കെട്ടാനും പാടില്ല. തെറ്റാണ്, നല്ല വൻകുറ്റമാണ്, മഹാപാപമാണ്. ആണിനെ പോലെ പെണ്ണ് മുടി വെട്ടാൻ പറ്റുമോ? പറ്റൂല. പുരുഷന്മാരൊക്കെ മുടി കളയുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വട്ടം ദുആ ചെയ്തു. അല്ലാഹുമ്മ റഹമിൽ മുഹല്ലിഖീൻ, ഹജ്ജിന് വന്നിട്ട് മുടി കളയുന്ന ആളുകൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. രണ്ടാമത് പറഞ്ഞു വറഹമിൽ മുഹല്ലിഖീൻ, മുടി കളയുന്ന ആളുകൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. മൂന്നാമതും പറഞ്ഞു മുടി കളയുന്ന ആളുകൾക്ക് ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. നാലാമത്തെ തവണ പറഞ്ഞു വറഹമിൽ മുഖസ്സിരീൻ, മുടി വെട്ടുന്നവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അന്ന് സഹാബി വനിതകൾ ചോദിച്ചു, നബിയേ, ഞങ്ങളും മുടി വടിക്കട്ടെയോ? ഹജ്ജിൽ നിന്ന് തഹല്ലുലാകാൻ, ഉംറയിൽ നിന്ന് തഹല്ലുലാകാൻ നിങ്ങൾ മുടി വടിക്കാൻ പാടില്ല. 2 or 3 മുടിയുടെ കഷ്ണം വെട്ടിയാൽ മതി. ഒരു ഇബാദത്താണ് സംഗതി അത്. ഇപ്പൊ എന്നിട്ട് ആണിനെ പോലെ മുടി വെട്ടി നടക്കുകയാണ്. ആര്? 10ാം ക്ലാസ്, 12ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്സുകാർ. പിന്നെ ആ ടീഷർട്ട് ഇതിട്ടാല് ആണെന്നെ, താടി മീശയും വരാത്ത ഒരു പെണ്ണാണ്. ഒരു പെണ്ണ് ആണായിട്ടാണ് മാറിയിരിക്കുകയാണ്. അതേ മേച്ചിൽ മുടി വെട്ടിയിട്ട് വാർന്ന് നടക്കുക. ഈ മുടി ഇങ്ങനെ വാർന്ന്, ഈ വലുപ്പത്തിൽ മുടി വെച്ച് വാർന്ന് നടക്കുന്ന കണ്ടപ്പോ വിചാരിച്ചു ഇതൊരാണാണ്. പിന്നെ സംസാരത്തിന്റെ ഒച്ച വന്നപ്പോഴാ മനസ്സിലായത് ഇതാണല്ല, പെണ്ണാണ്. ആണിനും പെണ്ണിനും വേറിട്ട ശബ്ദമല്ലേ അല്ലാഹു തആല നൽകിയത്? പടച്ച റബ്ബിന്റെ ഖുദ്റത്തൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അല്ലാഹു തആല ഓരോരുത്തർക്ക് ഓരോന്ന് നിശ്ചയിച്ചിട്ടുണ്ട്, അതാണ് അവർ സ്വീകരിക്കേണ്ടത്. പെണ്ണിന്റെ കൂട്ടില് ആണ് സംസാരിക്കാൻ പറ്റുമോ? പാടില്ല. ആണിന്റെ മോഡൽ ശബ്ദം ഉണ്ടാക്കിയിട്ട് പെണ്ണ് സംസാരിക്കാൻ പറ്റുമോ? അതും പാടില്ല. പെണ്ണിന് സ്വീകരിക്കേണ്ട ഒരു ശൈലിയാണ് മൈലാഞ്ചി ഇടുക കൈയിനും കാലിനും. അത് പെണ്ണിനാ സുന്നത്ത്. ഏത് പെണ്ണിന്? വിവാഹിതയായ പെണ്ണിന്. ഇദ്ദ ആചരിക്കുന്ന പെണ്ണിന് വരെ അത് പാടില്ല. മൈലാഞ്ചി കൊണ്ട് ഭംഗി ഉണ്ടാകാൻ പാടില്ല ഇദ്ദയിലിരിക്കുന്ന പെണ്ണ്. ആ പെണ്ണ് പല ഭംഗികൾ ഒഴിവാക്കേണ്ട പെണ്ണാണ്. അതേ സമയത്ത് വിവാഹിതയായ പെണ്ണ്, നിക്കാഹ് കഴിഞ്ഞ പെണ്ണ്, പെരുന്നാളിന് മാത്രമല്ല, ഭർത്താവ് ജോലി കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോ, വിദേശത്തുനിന്ന് വീട്ടിലേക്ക് വന്നണയുമ്പോ, മാസത്തിൽ ഒരിക്കലാണ് ഭർത്താവ് 4 ദിവസത്തെ ലീവിന് വരാറുള്ളത്. അപ്പോ
എല്ലാ സന്ദർഭത്തിലും അങ്ങനെ ഭംഗി സ്വീകരിക്കൽ പെണ്ണിന് സുന്നത്താണ്. വിവാഹിതയായ പെണ്ണിന് സുന്നത്താണ് കയ്യിനും കാലിനും മൈലാഞ്ചി തേക്കൽ. അതേ സമയത്ത് കയ്യിനും കാലിനും ആണ് മൈലാഞ്ചിയിടലോ അത് ഹറാമ് എന്നല്ല, വൻകുറ്റമാണ്. വൻകുറ്റമാണ് സഹോദരങ്ങളെ. കല്യാണത്തിന് തന്നെയല്ലേ ഈ വൻകുറ്റം പലപ്പോഴും അരങ്ങേറുന്നത്. പുതിയാപ്പിള കബിൽത്ത് പറയാൻ വന്നതാണ്. മലക്കുകളൊക്കെ ആമീൻ പറയുന്ന സദസ്സിൽ ഒരു ചാൻസും ഇല്ല. തനിച്ച ഹറാമിന്റെ കയ്യങ്ങോട്ട് ഉയർത്തിയാൽ ഏത് മലക്ക് ആമീൻ പറയാനാണ്? ഇവന്റെ രണ്ട് കൈയും മേൽപോട്ട് ഉയർത്തുമ്പോ ആ കൈയിന്റെ ഉള്ളിലതാ റോട്ടിലും മറ്റൊക്കെ കാണുന്നത് പോലെ കുറെ സിഗ്നൽ കാണുന്നു, കുറെ ആരോ മാർക്ക് കാണുന്നു, കുറെ പേര് കാണുന്നു, പലതും കാണുന്നു. എല്ലാം എഴുതി കൊത്തിവെച്ചിരിക്കുന്നത് മൈലാഞ്ചിയിലാണ്. നഊദുബില്ലാഹ്. കയ്യിനും കാലിനും മൈലാഞ്ചിയിട്ട ഒരു സ്വഹാബിയെ സ്വഹാബിമാര് പിടികൂടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ കൊണ്ടുവന്നിടത്ത ഹദീസിൽ പറയുന്നത് ഉത്തിയ ബിമുഖന്നസിൻ, ഒരു പെൺകൂസനെ കൊണ്ടുവരപ്പെട്ടു എന്നാണ്. പെണ്ണിന്റെ പണി ആണെടുത്താൽ പറയുന്ന പേരാണ് പെൺകൂസൻ എന്ന്. പെണ്ണിന്റെ പണി ആണെടുക്കാൻ പാടില്ലല്ലോ. സ്വഹാബിയെ കൊണ്ടുവന്നപ്പോ